ആ ശരി, നോക്കാം. സാർ. വക്കീൽ ഇരിക്കൂ. വിചാരണയിലിരിക്കുന്ന സാരഥിനെ കാണണം. 6ാമത്തെ ബ്ലോക്കിലെ ശാരദിനെ കൂട്ടിക്കൊണ്ടു. സാർ. ഇരിക്ക്. എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. നാളെ കേസ് വിചാരണയ്ക്ക് വെച്ചേക്കുവാണ് കോടതിയിൽ. ഓക്കെ മാം. ഈ കേസുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് എനിക്ക് അറിയാം മാം. നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറയാം മാം. ഇത് വെച്ച് കോടതിയിലൊന്ന് സംസാരിക്കണം മാം. ഇതിനിടയിൽ എനിക്കെതിരെ ഗുണ്ടാക്കേസും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാനാ? മാമനോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. കാര്യം മനസ്സിലായില്ലേ? രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും വ്യക്തിപരമായ ശത്രുതയും വൈരാഗ്യം കൊണ്ടും ഉന്നതങ്ങളിൽ നിന്നുണ്ടായ സമ്മർദ്ദം കൊണ്ടും എനിക്കുമേൽ ചാർത്തപ്പെട്ട കള്ളക്കേസുകളാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അറിവുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ജോലി ഈസിയാക്കി. ഇനി ഞാൻ നോക്കിക്കോളാം. നീ സമാധാനിക്ക്. ഓക്കെ മാം. നമ്മളെല്ലാം ജയിൽ പ്രാവുകളാ ചേട്ടാ. ഒരു കാര്യത്തിലും വിഷമിക്കരുത്. ആരെയാളെ എന്തോ പ്രത്യേകത എല്ലാം നമ്മുടെ സഹാക്കളാ. എൻ്റെ കൂടെയുള്ള എല്ലാവരും സാമൂഹ്യ പ്രവർത്തകരാ. ഓരോരുത്തരും പല ദേശത്തു നിന്ന് വന്നവരാണെങ്കിലും ലക്ഷ്യം ജനങ്ങളുടെ മോചനമാണ്. അതെ, ജനങ്ങൾക്ക് ശുദ്ധമായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ജയിലിലെ വായു ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങളെപ്പോഴുള്ള ആളുകളെ നാടിന് ആവശ്യം. വളരെ സന്തോഷം ചേട്ടാ. മോനെ സാരത്തെ. പറവാപ്പാ. പെൺകുട്ടിയാ മോനെ. ആണോപ്പാ? കുഞ്ഞു ചേച്ചിയെ പോലെ തന്നെ ഉണ്ട്. യുവർ ഓണർ, 3-ാം തീയതി വസന്ത് എന്റെ കക്ഷി സാരത്തിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഞാനവന് ഫോൺ ചെയ്തു. ഫോൺ കിട്ടുന്നില്ല. 4-ാം തീയതി രാവിലെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. 4-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തിട്ട് 4-ാം തീയതിയിലെ സായന പത്രത്തിൽ ഈ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നിട്ടുണ്ട്. 5-ാം തീയതി മോർണിംഗ് പേപ്പറിലും വന്നിട്ടുണ്ടല്ലോ. അതെ മാഡം, വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 7-ാം തീയതി 8-ാം തീയതി SP കൊടുത്ത അഭിമുഖത്തിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസ് ശരിയായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഈ ന്യൂസ് 7-8 തീയതികളിലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. അതെ, വന്നിട്ടുണ്ട്. ഈ ന്യൂസ് എല്ലാം കൊടുത്തിട്ട് 9-ാം തീയതി എന്റെ അടുത്തൊന്ന് ഒപ്പ് വാങ്ങിക്കുന്നു. എന്തിനാ ഒപ്പ് വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ, റോസ് ഗാർഡന് ചായ വിൽക്കുന്ന പയ്യനോട് 200 രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങിയതിനും അവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒപ്പ് വാങ്ങിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്നെ അകത്താക്കാനുള്ള പ്ലാനാണെന്ന്. കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിയമം. പക്ഷെ എന്റെ ഈ കേസിൽ പോലീസ് ഒരു നിയമം പാലിച്ചില്ല. 4-ാം തീയതി അറസ്റ്റ് ചെയ്ത് എന്നെ 11-ാം തീയതിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. യുവർ ഓണർ, എന്റെ കക്ഷിയെ 4-ാം തീയതി കൊലക്കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11-ാം തീയതി വരെ കസ്റ്റഡിയിലാണ് വെച്ചിരുന്നത്. ഇതിനിടയില് 9-ാം തീയതി റോജ് കോളനിയിലെ ആളുകളെ കത്തികാട്ടി വിരട്ടിയതായും ചായ വെക്കുന്ന പയ്യനോട് 200 രൂപ ചോദിച്ച് വിരട്ടിയതായും കാണിച്ച് കേസെടുത്തിട്ടുണ്ട്. ഈ 2 കേസിലും ഏത് കേസാണ് സത്യമായിട്ടുള്ളത്? ഇതിന്ന് മനസ്സിലാവുന്നുണ്ട് യുവർ ഓണർ. രാഷ്ട്രീയ പക കൊണ്ടും മുൻ വൈരാഗ്യം കൊണ്ടും ചമഞ്ഞെടുത്ത കള്ളക്കേസുകളാണിത്. ഇതിനിടയിൽ എന്റെ മേൽ ഗുണ്ടാക്കേസും ചുമത്തി. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ, ഗുണ്ടാ കേസ് അടിച്ചേൽപ്പിക്കാൻ ഒന്നൊന്നായി കള്ളക്കേസുകൾ ചമച്ചു വെച്ചിരിക്കുക. ആ ഗുണ്ടാ കേസും അഡ്വൈസറി ബോർഡിൽ ഇല്ലാതെയായി. ഈ കേസിന്റെ വിധി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ദ കോർട്ട് ഈസ് അർജന്റ്. സാരഥ്, പറയുമോ? നമ്മുടെ കേസിൽ നാളെയാണ് ജഡ്ജ്മെന്റ്. ഓക്കെ മാം. വിധി എന്തായാലും നമുക്ക് അനുകൂലമായിരിക്കും. സന്തോഷം മാം. അതുകൊണ്ട് വിഷമിക്കാതിരി, നാളെ പുറത്തേക്ക് വരാം. ഓക്കെ മാം. ഓക്കെ. നിനക്കൊരു കാര്യം അറിയോ? എന്നാ മാം? പറയൂ. യുദാസ് ഫയർ ആക്സിഡന്റിൽ മരിച്ചുപോയി. മരിച്ചോ? ആ, ചേട്ടാ, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് പണിയുണ്ട് ചേട്ടാ. നിങ്ങൾ വിശ്വസിച്ചിരിക്കുക. ഒന്ന് സംസാരിച്ചാൽ റെഡിയാക്കി തരണം. ചേട്ടാ, ഇൻസ്പെക്ടറോടെല്ലാം സംസാരിച്ചില്ലേ? നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. സാർ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്ക് വിശപ്പില്ല. നിങ്ങൾ പോയി കഴിച്ചിട്ട് റിലാക്സ് ആയിട്ട് വാ. നിങ്ങൾ പോയിക്കോ, സാറിന് മനസ്സിലാവും.
സാറിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാര്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നേക്കണം. ശരി ശരിയേട്ടാ. ചേട്ടാ വളരെ ഓക്കെ ഉപകാരം. അനിയ. വരാം, ശരി, ശരി, പെട്ടെന്ന് ശരി. വരാം. ദേ, എന്നോടാണോടാ കളി? വേണ്ട എന്നോട് മുട്ട നീ ആയിട്ടില്ല. വേണ്ട വേണ്ട വേണ്ട. എന്റെ കൂട്ടുകാരനെ തീർക്കൂലേ? ചാവടാ. എടാ എങ്ങനെയായാലും നീ കുടുകൂടാ. തെറ്റ് കൃത്യമായിട്ട് ചെയ്യൂടാ. അത് നിന്നെ പോലുള്ള തെണ്ടികളോട് മാത്രം. അളിയ വസന്ത, ഈ കേസിൽ ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ വിശദമായി കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം ചാർത്തപ്പെട്ടവനുമേൽ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അധികാരികൾ നീതികേട് കാണിച്ചിരിക്കുന്നുവെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു കള്ളക്കേസാണെന്ന് കോടതിയിൽ തെളിഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു. അതിനാൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി പോലീസ് അധികാരികൾക്ക് ഈ കോടതി ഉത്തരവിടുന്നു.